ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നുറുക്ക് ഗോതമ്പ് പായസം വയ്ക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി വീഡിയോയിലോട്ട് കടക്കാം. ഇതിനെ നുറുക്ക് ഗോതമ്പെന്നും പറയും, സൂചി ഗോതമ്പെന്നും പറയും. ഇത് കഴുകിയെടുത്തതാണ്. ഇതേപോലെ കഴുകി ഊറ്റിയെടുക്കണം. ഞാൻ ഈ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ നെയ്യ് ചൂടായി. ഇനി അതിലോട്ട് നുറുക്ക് ഗോതമ്പിടാം. ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നു. ഇത് ഞാൻ 100 ഗ്രാം നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം ഗോതമ്പിന് 200 ഗ്രാം ശർക്കര എടുക്കണം. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി എടുക്കാം. 250 ഗ്രാം എടുക്കാം. ഇതേപോലെ പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇതിലൊരു 4-5 വിസിൽ ചേർക്കണം. ഇത് വലിയ സൂചി ഗോതമ്പായതുകൊണ്ട് 4-5 വിസിൽ ചേർക്കണം. ചെറുതാണെങ്കിൽ 1-2 കേട്ടാൽ മതി. ഇതിൽ 5 വിസിൽ ചേർത്ത് ഇനി തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം തുറന്ന് നോക്കാം. ഇനി ഇത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം അതിലോട്ട് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര പാനി ഒഴിക്കാം. ഇത് 200 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തത്. അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്തതാണ്. ഇതിൽ ചെറുതായിട്ട് കല്ലുണ്ട്. കല്ലുള്ളതെല്ലാം ഇതുപോലെ ഉരുക്കിയെടുക്കണം. കല്ലില്ലാത്തത് ഇടിച്ചിട്ടാലും മതി. ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കണം. ഇതിന് ശർക്കര എല്ലാം ഗോതമ്പിലോട്ട് പിടിച്ച് വരണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. പിന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അടി പിടിക്കാതെ ഇളക്കുക. ഇത് ഞാൻ പിന്നീട് നെയ്യ് ചേർത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം. നെയ്യ് ചേർത്താലേ നല്ല ടേസ്റ്റ് വരികയില്ല. ഇപ്പോൾ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ശർക്കരയെല്ലാം ഗോതമ്പിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാലൊഴിക്കാം. ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. 1.5 കപ്പ് തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം 2ാം പാലാണ് ഒഴിക്കാനുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പശുവും പാലിലും ഉണ്ടാക്കാം. പശുവും പാലിലും ഉണ്ടാക്കുന്നതിന് എളുപ്പം. തേങ്ങ തിരികെ കഷ്ടപ്പെടണ്ട. ഇതിപ്പോൾ നല്ലതുപോലെ കുറുകി തുടങ്ങി. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1ാം പാൽ ചേർക്കാം. ഒന്നാം പാൽ ചേർത്താൽ അധികം തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായാൽ മതി. തേങ്ങാപ്പാലൊഴിച്ച് ചൂടായി. ഇനി ഇതിനെ മാറ്റി വയ്ക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി മൂപ്പിച്ചിടാം. ഇനി ഇതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനൊരു 6 ഏലക്ക എടുത്ത് തൊലി കളഞ്ഞതിന് ശേഷം പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. ഇനി ഇതിനെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി ഇതിലോട്ട് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാഷ്നട്ട് ഗോൾഡൻ കളറായി തുടങ്ങി. ഇനി അതിലോട്ട് ഉണക്കമുന്തിരി ചേർക്കാം. ഉണക്കമുന്തിരി നല്ലതുപോലെ വീർത്ത് വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ നല്ലതുപോലെ വീർത്ത് വന്നു. ഇനി തീ ഓഫ് ചെയ്തിട്ട് പായസത്തിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് ഒഴിക്കാം. ഇനി ഇതിനെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് പായസം റെഡിയായി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം എല്ലാം കറക്റ്റിനുണ്ട്.
നല്ല അടിപൊളി ടേസ്റ്റ്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.